അച്ഛനും രാജുവൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. ജേട്ടൻ പുറത്തുപോയി. കാപ്പി ഋതിക കൊടുക്കുവോ? ദേ കോഫി. നിന്റെ അമ്മായിമ്മയ്ക്ക് കാപ്പിയും ചായയൊന്നും വേണ്ടേ? അവരിപ്പം മുടിഞ്ഞ ഭക്തിയാ. ദേ അവിടെ ഇരുന്ന് രാമായണം വായിക്കുന്ന കേട്ടില്ലേ? ഇനി ഇതൊക്കെ കഴിഞ്ഞേ വെള്ളം പോലും കുടിക്കൂ. തെക്കേ തലയ്ക്കലെ തൃത്തരി പൂക്കളെ വാനര നായകന്മാര് ഒരു രാമായണം വായിക്കണതാ. വാനര എന്റെ പൊന്നു എന്റെ അമ്മ, തെക്കേ തലയ്ക്കലെ തൃത്തരി പൂക്കളല്ല, തെക്കേ തലയ്ക്കൽ എതിർത്തരി പൂക്കള്, ഈ പൂക്കൾ ശത്രുക്കൾ. ആ ശത്രുക്കളെ വാനര നായകന്മാർ എതിർത്തിയിടിനാൽ എന്നാ എഴുതിയിരിക്കണേ. പിന്നെ അർത്ഥം നോക്കി വായിച്ചിട്ട് ഞാൻ അങ്ങ് സ്വർഗത്തിലേക്ക് പോവുമല്ലേ. ആ എടി രാധേ, എടീ നിന്റെ ഫോൺ ബെല്ലടിക്കണു. ഇങ്ങോട്ട് വാ. അമ്മേ എവിടെയുള്ളു? ദേ വിളിക്കണു. ആ ശ്രീമോളാണല്ലോ. ആ മോളെ. അമ്മേ, എന്തെങ്കിലും വിശേഷമുണ്ടോ മോളെ? ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ വിളിച്ചതാ. ആ ഹരീഷ് ഇവിടെ? ജോലിക്ക് പോയമ്മേ, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓടി വരും. അപ്പൊ മോള് ഒറ്റയ്ക്കാ? അതെ, പക്ഷെ ഇത്രയും നേരം ലത ചേച്ചി കൂടെ ഉണ്ടായിരുന്നു. ആ അമ്മേ, ഞാൻ വിളിച്ചതേ എനിക്കൊരു ആഗ്രഹം. ആഗ്രഹോ? പറഞ്ഞോ മോളെ. ഈ സമയത്ത് അങ്ങനെ പല ആഗ്രഹങ്ങളും തോന്നും. പറ. എനിക്ക് ഉണ്ണിയപ്പം കഴിക്കണമെന്നൊരാഗ്രഹം. ഉണ്ണിയപ്പോ? ഓ, അമ്മ പെട്ടെന്നുണ്ടാക്കി അവിടെ എത്തിക്കാം. മോള് ഫോൺ വയ്ക്കേ. ശരി അമ്മേ. രാജു, ശ്രീമോക്ക് ഉണ്ണിയപ്പം കഴിക്കണമെന്നൊരാഗ്രഹം. ഞാൻ ഉണ്ടാക്കി തരാം. നിനക്കൊന്ന് കൊണ്ടേ കൊടുക്കാൻ പറ്റുമോ? അമ്മേ, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഇന്ന് എനിക്ക് ഓഫീസിൽ ഒത്തിരി തിരക്കുള്ള ദിവസാ. അവൻ ഓഫീസിൽ പോകട്ടെ. നീ പലഹാരം ഉണ്ടാക്ക്, ഞാൻ കൊണ്ടേ കൊടുത്തോളാം. അകലേ നോവിനാലേ